ഈ പുതിയ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മുടെ ഹാൻഡി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലേ? റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനും ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഏജിൽ നമ്മൾ ഫോണിനെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളെയും ഉപയോഗിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലെ ബന്ധങ്ങളുടെ നിലനിൽപ്പ് ഇത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശരിയാണോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഈ ഡിജിറ്റൽ ഏജിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈലിനെ ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ 3 വയസ്സായ കുട്ടി മുതൽ 60 വയസ്സായ 70 80 90 വയസ്സായ അപ്പൂപ്പന്മാർ വരെ നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കയ്യിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഈ ഡിജിറ്റൽ ഏജിൽ നമ്മുടെ ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ നമ്മൾ സോഫ്റ്റ് ഇമോഷണൽ ടച്ചിൽ എങ്ങനെയാണ് ഈ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. കാരണം ഡിജിറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ ഈസിലി ആക്സസബിൾ ആണ്. അപ്പം തന്നെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഉടനെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഇസ് ലൈക്ക് സിങ്കിങ് ടു ദാറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അത്രയും വേഗത്തിൽ കിട്ടുന്ന രീതിയിൽ സിങ്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, അവിടെ നിന്ന് എത്ര വേഗം ഇങ്ങോട്ട് മെസ്സേജ് വരുന്നു നോക്കണു, ഇനി മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ബ്ലൂടിക്ക് ഉണ്ടോ എന്ന് നോക്കണു. ആൻഡ് വി ആർ ദാറ്റ് മച്ച് ഫാസ്റ്റ്. അത്രയും ഫാസ്റ്റാണ് നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടിയുള്ള വെയിറ്റ്. പണ്ടൊക്കെ കാലത്ത് ഒരു ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരമല്ല, നാളുകൾ കാത്തിരിക്കണം. ഒരാഴ്ച ലെറ്റർ എഴുതി അവിടെ കിട്ടാൻ, കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു കിട്ടാൻ വീണ്ടും ഒരാഴ്ച. അത്രയും ആ റിപ്ലൈന് ഇത്രയും നമുക്ക് സമയം വേണമായിരുന്നു അകലുള്ള ഒരാൾക്ക്. ഇപ്പം നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മെസ്സേജ് പോയി കഴിഞ്ഞു. നമ്മുടെ മെസ്സേജ് അയാൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമുക്കെന്താണ്, നമുക്കറിയാൻ പറ്റുന്നുണ്ട്. വാസ് ദ മെസ്സേജ് ഡെലിവേർഡ്, വാസ് ലൈക്ക് ഇസ് ദ പേഴ്സൺ സീൻ ദാറ്റ് ഓർ നോട്ട്, ഓർ ഹി ഓർ ഷീ ഈസ് അവോയ്ഡിങ്. ആൻഡ് ഈവൻ വി ക്യാൻ ബ്ലോക്ക് ദ പേഴ്സൺ അല്ലേ? നമുക്ക് അയാളെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. നമുക്ക് വേണ്ടാന്ന് വെച്ച റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണം എന്ന് വെച്ച് ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൈ കൊടുത്താൽ മതി. അതും ഡിജിറ്റൽ ഏജിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ നേരിട്ട് സംസാരിക്കണ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു എന്ന് വിചാരിക്കില്ല. പിന്നെ ഡിജിറ്റൽ തല്ലുകൂട്ടങ്ങൾ, വഴക്ക് കൂടലുകൾ എല്ലാം അതും കണ്ടുവരുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അപ്പോൾ ലൈക്ക് ഗ്രൂപ്പിന് എക്സിറ്റ് ആയാലും ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇഷ്ടമില്ലെങ്കിൽ അപ്പം നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഒരു ഈസി ടെക്നിക്കാണ് ഡിജിറ്റൽ ഏജിൻ്റെ. പണ്ടൊക്കെ ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടാണ്ടിരിക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സംഭവം എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്താ തോന്നും, അയ്യോ ഒരു മുഖത്തൊരു സ്ലാപ്പ് കിട്ടിയൊരു ഫീൽ അല്ലേ. എനിക്ക് ഇന്നാൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ഗ്രൂപ്പായിട്ട് സിങ്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അയ്യോ എന്ത് പറ്റി, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു തോന്നല്. അതിപ്പോൾ ഒരു പക്ഷെ എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഡിജിറ്റൽ ഏജിൻ്റെ പ്രത്യേകതകൾ അതാണ്. പെട്ടെന്ന് തന്നെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്, റിപ്ലൈ കിട്ടുന്നത്. ആൻഡ് വി ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം ടു ഗെറ്റ് എ റിപ്ലൈ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കിട്ടണത് അപ്പോൾ നമുക്ക് കിട്ടും അല്ലേ? അപ്പം നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോഴും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ ഇപ്പോഴൊക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലത് സ്മൂത്തായി പോണ റിലേഷൻഷിപ്സും ഉണ്ട് കേട്ടോ, വളരെ സ്മൂത്തായിട്ട്. സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചില ബന്ധങ്ങൾ പുതിയതായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തോ റെസ്പോണ്ട് ചെയ്ത ടൈം ലാഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് ബ്ലോക്ക് ചെയ്ത ടീമുകളെയൊക്കെ എനിക്കറിയാം. അപ്പം അത്തരം നിങ്ങൾക്കും മുന്നിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവല്ലോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട്ഷിപ്സുകളൊക്കെ, അപ്പോൾ കൂടുതൽ ടൈം കുട്ടികൾ ആയാലും മുതിർന്നവരായാലും രണ്ട് കേസായാലും ഏതായാലും മിഡിൽ ഏജ്ഡ് ആൾക്കാർ അത്ര മൊബൈലിൽ ഇരിക്കുന്നില്ല തോന്നുന്നു, എനിക്കറിയില്ല. വാട്ട് ഐ ഒബ്സർവ്ഡ് ഈസ്, നമ്മൾ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തിരുന്നു. നമ്മളുടെ പണ്ടത്തെ കളിസ്ഥലങ്ങളൊക്കെ അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കായിരിക്കും. കമ്മൻ പ്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്താ ഫിസിക്കൽ എക്സസൈസിനേക്കാളും നമ്മൾ കൂടുതൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഇപ്പോൾ കണ്ണിനും ചെവിക്കൊക്കെ പ്രാധാന്യം കൊടുക്കണുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള സെൻസസിനേക്കാളും കൂടുതൽ നമ്മൾ ആ ഒരു ഇതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് കൊണ്ടുപോകുന്നു, അതുപോലെ വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം മെസ്സേജുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈവൻ കളികൾ പോലും
സൂം മീറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കളികൾ, മീൻസ് വീഡിയോ ഗെയിംസ് കളിക്കലോ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് കളികളോ ഒക്കെ ഞാൻ കണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുക, പാട്ട് പാടാം, അതിനേക്കാൾ കൂടുതൽ ഇപ്പം ഇങ്ങനെ കണ്ടിരുന്നു ഇടയിൽ. പക്ഷെ ഇപ്പോൾ വീണ്ടും കുട്ടികളും മുതിർന്നവരായാലും മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വി ക്യാൻ, എന്താ പറയുക, വീണ്ടും ഒരു ബ്ലൂം ചെയ്യാം, വീണ്ടും പൂക്കാം നമ്മളുടെ റിലേഷൻഷിപ്പ്, വസന്തങ്ങൾ എന്ന് പറഞ്ഞ പോലെ വീണ്ടും പുതിയ റിലേഷൻഷിപ്സിനും പുതിയ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടും അവനവൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് മതിയായി, ഇത് കുറേ നേരം മൊബൈലിൻ്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് മതിയായി എന്ന് തോന്നാറുണ്ടല്ലേ. ഇനി കുറേയധികം ദൂഷ്യവശങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്ന് തോന്നിയേ കുറച്ച് നല്ല കാര്യം കൂടിയും പറയാം കേട്ടോ. ചില ആളുകളെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റില്ല, കുറേ അകലെയായിരിക്കും. അപ്പോഴായിരിക്കും വീഡിയോ കോൾ ചെയ്യുക, ഇയാളെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് വീഡിയോ കോൾ ചെയ്യില്ല. ആൻഡ് വി ഫീൽ വെരി ഹാപ്പി. എനിക്ക് ഇന്നാളെ അങ്ങനെ ഒരു കോൾ വന്നു കേട്ടോ, ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി. എടോ തന്നെ കാണാൻ തോന്നി എന്ന് പറഞ്ഞിട്ട്, എടോ അല്ലാട്ടാ മോളെ എന്ന് വിളിച്ചിട്ട്, നിന്നെ കാണാൻ തോന്നി, എത്ര നാളായി നിന്നെ കണ്ടിട്ടെന്ന്. സോ ഇറ്റ്സ് എ ബൂസ്റ്റിംഗ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലേ, നമ്മുടെ ആ ഒരു ബന്ധത്തിന് നിലനിർത്തണ ഒരു കോള് വരുമ്പോൾ, ആൻഡ് വാട്ട് വി ഫീൽ ഇസ് സോ ഹാപ്പി. അവളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം, ഓക്കെ നമ്മൾ അവരെ ഓർക്കുന്നുണ്ടല്ലോ, ആൻഡ് വി ആർ നോട്ട് അലോൺ. നമ്മളെത്ര അകലങ്ങളിലിരുന്നാലും അവരുടെ ഒരു സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തിലും അല്ലാണ്ട് ഒരു ആവറേജ് ലെവലിൽ പോകാൻ എളുപ്പമല്ല. കാരണം പെട്ടെന്നൊരു ഇതല്ലേ ഉണ്ടായത്, ഇങ്ങനെ ഒരു IT-യുടെ ഒരു കടന്നുകയറ്റം, എല്ലാവരും പഠിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് അറിയണില്ല ഇങ്ങനെ എവിടെ ബൗണ്ടറി വെക്കണം, എവിടെ സംസാരം നിർത്തണം എന്നുള്ളത്. ചിലപ്പോൾ ഓവർ ടോക്കായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ അവിടെ ബ്ലോക്ക് വരും അല്ലേ, അവിടെ ഒരു ബ്രേക്ക് വരും. നേരെ മറിച്ച് എല്ലാം ഒരു ആവറേജ് ഇതിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പോലെ എല്ലാവരുമായിട്ടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റിയേനെ. കാരണം നമ്മൾക്കിപ്പോൾ വർത്താനം പറയണതിന് അതിരില്ലേ, മറ്റേ ഫോണൊക്കെ വിളിക്കുമ്പോൾ ലാൻഡ് ഫോണിൽ കൂടെ ഒക്കെ വർത്താനം പറയുമ്പോൾ കുറേ പൈസ പോവും അങ്ങനത്തെയൊക്കെയുള്ളൊരു ധാരണയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ എന്താ, ഓക്കെ നമുക്കൊരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നല്ല കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, നമുക്ക് അപ്പോൾ നമുക്ക് ജോബ് ഓഫേഴ്സ് കിട്ടണമായാലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറേ ആൾക്കാരായിട്ടുള്ള പുതിയ പുതിയ കണക്ഷൻസ് കിട്ടുന്നതിനും, നമ്മളുടെ ഏത് തരം ഗ്രോത്തിനായാലും, നമ്മളുടെ ഇൻഫർമേഷൻ കൂട്ടാനായാലും, അതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം പഠിക്കണം, ഒരു പുതിയ കോഴ്സിനെ പറ്റി പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പണ്ടൊക്കെ നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ് കുറവല്ലായിരുന്നു, ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ട് വേണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ എല്ലാം ഉണ്ട്. സോ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് തിങ് ഐ വോണ്ട് ടു സേ ഇസ് വാട്ട് എവർ വി ആർ യൂസിങ്. ഇപ്പോൾ ഡിജിറ്റൽ ഏജ് ആണ്, ദ ഏജസ് ലൈക്ക് ക്വിക്ക് റെസ്പോണ്ടിങ് ആവശ്യമുള്ള ഒരു സമയമാണ്. സോ വാട്ട് എവർ വി ആർ യൂസിങ് ജസ്റ്റ് ബി വിജിലൻ്റ് ആയിരിക്കും. നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നിലനിർത്തി കൊണ്ടുപോകുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബോധേഡ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ എന്താ പറയുക, ഓക്കെ സമയമുണ്ട് നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൂസ് ടോക്ക് കുറച്ച് കുറച്ച് നമ്മളുടേതായ രീതിയിൽ, ഓക്കെ അവർക്കും കുറേ കാര്യങ്ങളുണ്ട്, അവർക്കും ബൗണ്ടറീസ് ഉണ്ട്, നമ്മൾ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആളെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നും കൂടി കരുതി സംസാരിച്ചാൽ എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. സോ ഹാപ്പി റിലേഷൻഷിപ്പ് ഇൻ വാട്ട് എവർ മീഡിയം വി യൂസ്. ആ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ളത് ഹാപ്പി ആയിട്ട് മാനേജ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ബന്ധങ്ങൾ നിലനിർത്തുക, സന്തോഷകരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജിത.